Hi all, welcome back to Zenvai Learning. So, in the square of any two-digit number. ഏതൊരു number name, two-digit number name square അങ്ങനെ easily കണ്ടുപിടിക്കാം. So, ഉദാഹരണം ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിനകത്ത് 29 white color ആണോ? White മാറ്റി blue അല്ലല്ലോ വേണ്ട. Okay, white. So, 29 സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്തോ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 29 സ്ക്വയർ കണ്ടുപിടിക്കേണ്ട ഒരു സിനാരിയോ വന്നു എന്ന് ഇമാജിൻ ചെയ്യാം. ഓക്കെ ആണല്ലോ? സോ 29 സ്ക്വയർ നിങ്ങൾ എങ്ങനെ യൂഷ്വലി കണ്ടുപിടിക്കുന്നത്? നേരെ പെണ്ണെടുക്കും, അത് കഴിഞ്ഞിട്ട് പേപ്പറിന്റെ സൈഡിനകത്ത് 29 രണ്ട് തവണ എഴുതി കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. എങ്ങനെ? 18 1 ആണ്, 8 ഇവിടെ എഴുതി. 9 2 18 ആണ്, 18 plus 8 is actually 26 and 2 into 9 18 then 1 2 into 2 4 ആണ്, 4 plus 1 5 ആണ് അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? Yes, then 1 6 plus 8 is actually 14 and then 5 plus 2 7 plus 8 okay 841. എത്ര സമയം എടുത്തു? കുറേ സമയം എടുത്തു. പക്ഷേ ഇതൊന്നും ചെയ്യാണ്ട് ഒരു ട്രിക്കിലൂടെ എങ്ങനെ 29 സ്ക്വയർ ഈസിലി കണ്ടുപിടിക്കാൻ നോക്കാം. അതിന് മുന്നേ ഞാൻ വേറൊരു എക്സാമ്പിൾ ആദ്യം കാണിക്കാം. ഓക്കെ ആണല്ലോ? സോ ഞാൻ ഇവിടെ കളർ ഒന്ന് മാറ്റുന്നുണ്ട്, പിന്നെ ഞാൻ യെല്ലോ എടുക്കുന്നുണ്ട്. സോ 63 റെഡി ആണല്ലോ? ഞാൻ 63 എടുത്തു. സോ ഞാൻ അത് 3 സ്റ്റെപ്പിലാണ് സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതിനൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഏത് ടു ഡിജിറ്റ് നമ്പറിൻ്റെയും സ്ക്വയർ കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യം 1 മുതൽ 9 വരെയുള്ള എല്ലാ നമ്പറിനെയും സ്ക്വയർ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഈസിയാണ്, നിങ്ങൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സോ 63 രണ്ട് നമ്പേഴ്സ് ഉണ്ട്, 6ഉം 3ഉം. ഫസ്റ്റ് സ്റ്റെപ്പ് 6ന്റെ സ്ക്വയർ എന്താ? 36 ആണല്ലോ, അത് ഇവിടെ എഴുതി വെക്കുക. റെഡിയാണല്ലോ? 36 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ കളർ ഒന്ന് മാറ്റുന്നുണ്ട്, അടുത്ത സ്റ്റെപ്പിലാണെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അതിൻ്റെ അടുത്തത് 3ന്റെ സ്ക്വയർ 9 ആണ്, പക്ഷെ ഞാൻ 0 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. ഇനി 63ന്റെ സ്ക്വയർ ആണല്ലോ, 63ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്ര നമ്പേഴ്സ് ഉണ്ട്? 6 into 3 ഉണ്ട്, പിന്നെ ഒരു 2 കൂടെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഈ 6 into 3 into 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വിച്ച് മീൻസ് 6 into 3 18 18 into 2 36. അത് താഴെ എഴുതി വെക്കുക. ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇവിടെ ബാക്കെൻഡ് ആക്കിയിട്ടാണ് എഴുതിയത്. അത് ഞാൻ മനഃപൂർവ്വം എഴുതിയത് തന്നെയാണ്. എനിക്ക് ഒരു ഡിജിറ്റ് സ്പേസ് ബാക്കോട്ട് ഒന്ന് അങ്ങോട്ട് പുഷ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്. റെഡിയാണല്ലോ? സോ ഞാനത് എറൈസ് ചെയ്യുന്നുണ്ട് ഈ കാര്യം. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇതോടെ കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഇവിടെ സുഖമായിട്ട് കണ്ടുപിടിക്കാം. സോ ആൻസർ ഇത്രയേ ഉള്ളൂ. ഞാൻ ഉണ്ടല്ലോ, ഈ രണ്ട് നമ്പറും കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ 9 ഇവിടെ ഉണ്ട്, ഞാൻ നേരെ താഴോട്ട് വെച്ചു, അഥവാ 9. ഓക്കെ, ദെൻ 0 ഉണ്ട്, 6 ഉണ്ട്, രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 എന്ന് കിട്ടും. അടുത്തത് 6 ഉണ്ട്, 3 ഉണ്ട്, 6ഉം 3ഉം കൂടെ ആഡ് ചെയ്താൽ 9 ആൻഡ് ദെൻ 3 3 9 6 9. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ വിശ്വാസം അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. 63 into 63 3 into 3 9 ആണ്, 3 into 6 18 ആണ്, 6 into 3 18 ആണ്, ആൻഡ് ദെൻ 6 into 6 36 ആണ്. 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 37 ആണ്. 9 8 plus 8 എന്താണ്? 16. അതിൻ്റെ അടുത്തത് 7 plus 1 plus 1 9 then 3. ഫൈനൽ ആൻസർ 3969. ഇവിടെ 3969. എങ്ങനെയുണ്ട് ട്രിക്ക്? മനസ്സിലായല്ലോ? സോ വളരെ ഈസി ആയിട്ട് 63ന്റെ സ്ക്വയർ ജസ്റ്റ് എന്ത് ചെയ്യുക? ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ എഴുതേക്കുക, അടുത്ത നമ്പർ സ്ക്വയർ എഴുതേക്കുക, പിന്നെ 2ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 6ഉം 3ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഒരു ഡിജിറ്റ് മാറ്റിയിട്ട് ഓക്കെ ഇവിടെ ഒരു ഡിജിറ്റ് മാറ്റിയിട്ട് ഫൈനൽ ആൻസർ രണ്ടും കൂടെ കണ്ടുപിടിക്കുക, ആഡ് ചെയ്യുക, 3969 ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു എക്സാമ്പിളും കൂടെ കാണിച്ചു തരാം. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത നമ്പർ 54 എടുക്കട്ടെ. ഓക്കെ, 54 എടുത്തു. ഓക്കെ ആണല്ലോ? 54ന്റെ സ്ക്വയർ. സോ ഞാൻ കളർ മാറ്റുന്നുണ്ട്, വൈറ്റ് എടുക്കുന്നുണ്ട്. ആൻഡ് 54ന്റെ സ്ക്വയർ. സോ ഫസ്റ്റ് നമ്പർ എന്താണ്? 5 ആണ്, 5ന്റെ സ്ക്വയർ 25 എഴുതി വെച്ചു. അടുത്തത് 4 ആണ്, 4ന്റെ സ്ക്വയർ 16 ആണ്, അതും എഴുതി. ഇനി എന്ത് ചെയ്യണം? 3 നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഏത്? 5ഉം 4ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 5 into 4 is actually 20 20 into 2 അത് 40 ആണ്. അത് ഞാൻ ഒരു ഡിജിറ്റ് സ്പേസ് ഒന്ന് പുഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ പുൾ ചെയ്തിട്ട് നേരെ ഞാൻ ഇവിടെ എഴുതി വെച്ചു. ആൻഡ് 3 രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു, 6 then 1 and 5 plus 4 എന്താണ്? 9 ആണ്, ആൻഡ് then 2 2 9 1 6 ആണ്. നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. സോ 54 into 54 4 into 4 എന്താണ്? 16 and then 5 into 4 20 21 5 into 4 20 and 5 into 5 25 25 plus 2 27 6
1 5 plus 2 is 7 plus 2 is actually 9 then 2 2916 2916 ഇത് എത്ര സമയം എടുത്ത് ചെയ്യാൻ പക്ഷേ ഇതെന്ത് വളരെ ഈസി ആയിട്ട് 2 സ്റ്റെപ്പിൽ ചെയ്യാൻ വേണ്ടി പറ്റും സോ എങ്ങനെയാണ് ഏതൊരു നമ്പറിൻ്റെയും സ്ക്വയർ കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ 1 മുതൽ 9 വരെയുള്ള എല്ലാ നമ്പറുടെയും സ്ക്വയർ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം ആൻഡ് നിങ്ങൾ മാക്സിമം എത്ര പ്രാക്ടീസ് ചെയ്യുന്നു നിങ്ങൾ ഇനി അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ചെയ്യാണ്ട് നിങ്ങൾ മൈൻഡിനകത്ത് വേണമെങ്കിൽ മെന്റലി ചെയ്യാവുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇതില്ലേ 5 സ്ക്വയർ 25 ആണ് ആൻഡ് 4 സ്ക്വയർ 116 ആണ് തന്നെ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു ജസ്റ്റ് നിങ്ങൾക്ക് മെന്റലി തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ഈസി ആയിട്ട് മിനിമൽ ടൈമിനകത്ത് നിങ്ങൾക്ക് ഏതൊരു നമ്പറിൻ്റെയും 2 ഡിജിറ്റ് നമ്പറിൻ്റെയും സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും സോ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ 2 ഹോംവർക്ക് തരാം സോ 72 നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്തു നോക്കുക എങ്ങനെ നോർമൽ മെത്തേഡ് അല്ല നിങ്ങൾ ഇതുപോലെ ഇപ്പോൾ കാണിച്ചെന്ന പോലെ ചെയ്യുക എന്നിട്ട് എന്ത് താഴെ കമൻറ്റ് ചെയ്യുക ആൻഡ് വേണമെങ്കിൽ 61 ഓക്കെ ഈ 2 നമ്പേഴ്സ് ഉണ്ട് ഒരെണ്ണം 61 ഒരെണ്ണം 72 ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്തു നോക്കുക സോ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു എന്താണ് ട്രിക്ക് എന്ന് അപ്പോൾ ഇനി അങ്ങോട്ട് ഇങ്ങനെ വേണം സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആൻഡ് അത് ചെയ്യുന്ന സമയത്ത് എന്നെ ഒന്ന് ഓർക്കുക സോ ദാറ്റ്സ് ഓൾ താങ്ക് യു